അസ്സലാമു അലൈക്കും. ഒരു കാര്യം ചോദിക്കട്ടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? അവിടെ വയസ്സാകുമോ? അസുഖങ്ങൾ ഉണ്ടാകുമോ? അതോ ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുന്നതിലും മനോഹരമായ ഒരു രൂപത്തിലായിരിക്കുമോ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്വർഗവും നേടുക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അറിയുന്നത് നമ്മുടെ ഈമാൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇന്ന് സ്വർഗവാസികളുടെ രൂപവും പ്രായവും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങളും എന്തൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഈ ലോകത്ത് ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യവും എന്നും ഒരുപോലെ നിൽക്കില്ല. ഇന്ന് ആരോഗ്യമുള്ള ആളായിരിക്കും, പക്ഷേ നാളെ അസുഖം വന്നേക്കാം. ഇന്ന് നമ്മൾ ചെറുപ്പമാണെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ വയസ്സാകും, നമ്മുടെ മുടി നരയ്ക്കും, ശരീരത്തിന് പഴയതുപോലെ ശക്തികളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഒരു ഫംഗ്ഷന് പോയാൽ ആദ്യം നല്ല ഫ്രഷ് ആയിരിക്കും, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ക്ഷീണം വരും. പക്ഷേ സ്വർഗം അങ്ങനെയല്ല, അവിടെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നിമിഷം തന്നെ ഈ ലോകത്തുണ്ടായിരുന്ന എല്ലാ കുറവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് എടുത്തു മാറ്റും. അതിനുശേഷം ഒരിക്കലും നശിക്കാത്ത, മാറാത്ത പൂർണ്ണമായ ഒരവസ്ഥയിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. സ്വർഗത്തിൽ നിങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് 3 കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 1, പ്രായവും ശരീരവും. ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ സ്വർഗത്തിൽ ആർക്കും വയസ്സാകില്ല. ഹദീസുകളിൽ പറയുന്നത് പോലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും 33 വയസ്സിൻ്റെ പ്രായത്തിലായിരിക്കും, അതായത് ഏറ്റവും ശക്തിയും ഊർജവുമുള്ള പ്രായം. ഹദീസുകളിൽ ആദം അലൈഹിസ്സലാം നബിയുടെ ഉയരം 60 മുഴമാണെന്നും പറയുന്നുണ്ട്. അവിടെ മുടി നരയ്ക്കില്ല, ശരീരം ക്ഷീണിക്കില്ല, അസുഖം നമുക്ക് വരില്ല. ഈ ലോകത്ത് ഒരാൾ 10 വയസ്സിലാണ് മരണപ്പെട്ടതെങ്കിലും 80 വയസ്സിലാണ് മരണപ്പെട്ടതെങ്കിലും സ്വർഗത്തിൽ എല്ലാവർക്കും പൂർണ്ണതയുള്ള അവസ്ഥയിലായിരിക്കും. രണ്ടാമത്തെ കാര്യം ശാരീരിക ആവശ്യങ്ങളും ശുചിത്വവും. അതായത് സ്വർഗത്തിലെ ശരീരത്തിന് ഈ ലോകത്തിലുള്ളതുപോലെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ സ്വർഗവാസികൾ ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കും, പക്ഷേ മലമൂത്ര വിസർജനമൊന്നും ഉണ്ടാകില്ല. തുപ്പലോ മൂക്കിൽ നിന്നുള്ള സ്രവങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാകില്ല. ഭക്ഷണം ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് സുഗന്ധമുള്ള വിയർപ്പിലൂടെയും ഏമ്പക്കത്തിലൂടെയായിരിക്കും. ആ വിയർപ്പിന് കസ്തൂരിയുടെ മണമായിരിക്കും, അതായത് ശരീരം എപ്പോഴും ശുദ്ധമായിരിക്കുമെന്ന്. മൂന്നാമത്തെ കാര്യം മനസ്സും ആഗ്രഹങ്ങളും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് മനസ്സിൻ്റെ സമാധാനമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മനസ്സിൽ നിന്ന് അസൂയയും വെറുപ്പും കോപവും ഭയവും വിഷമവും എല്ലാം എടുത്തു മാറ്റും. അവിടെ ആരും മാനസികമായി വിഷമിക്കില്ല, ആരോടും പക ഉണ്ടാകില്ല. സ്വർഗവാസികളുടെ ഹൃദയങ്ങൾ എല്ലാം വിശുദ്ധമായിരിക്കും. നിങ്ങളൊരു കാര്യം ആഗ്രഹിച്ചാൽ അള്ളാഹുവിൻ്റെ അനുമതിയോടെ അത് ഉടനെ നിങ്ങൾക്ക് ലഭിക്കും. എപ്പോഴും സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കും നിങ്ങളവിടെ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുക, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക: അള്ളാഹുവേ, യാതൊരു വിചാരണയും കൂടാതെ ഞങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ. അതുപോലെ ഇന്നത്തെ നമസ്കാരം കൃത്യസമയത്ത് തന്നെ നമസ്കരിക്കുമെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ തീരുമാനിക്കുക. ഈ ലോകത്തിലെ കുറച്ച് വർഷത്തെ പരീക്ഷണങ്ങളിൽ ക്ഷമ കാണിച്ചാൽ, അള്ളാഹുവിനെ അനുസരിച്ചാൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളെല്ലാം എന്നേക്കുമായി ആസ്വദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകും. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗവാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്വർഗം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.